പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനയ്ക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് സമറിയാക്കാരിയുമായി യേശു നടത്തിയ സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. സമറിയാക്കാരി യേശുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു. അവസാനം തൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ അവൾ എടുത്ത് ഒരു ചോദ്യമുണ്ട്: എവിടെയാണ് ആരാധിക്കേണ്ടത്? ഞങ്ങളുടെ പിതാക്കന്മാർ ഗെരിസിമിൽ ഇവിടെ ആരാധിച്ചു, നിങ്ങൾ പറയുന്നു ജെറൂസലമിലാണ്. എവിടെയാണ്? ഗെരിസിമിൽ വേണോ ജെറൂസലത്ത് വേണോ? അതിനുള്ള മറുപടിയാണ് യേശു കൊടുക്കുക. ഏതു സ്ഥലത്ത് ആരാധിക്കുന്നതല്ല പ്രശ്നം, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എന്താണ് ആരാധന. യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കണം. എന്താണ് അർത്ഥം? പരിശുദ്ധാത്മാ പ്രചോദിതരായി ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ അവതാരമായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് ആരാധന. ആത്മാവിന പ്രേരിതരായുള്ള ആരാധന. അതിന് സ്ഥലം പ്രസക്തമല്ല, അവിടെയോ ഇവിടെയോ എന്നുള്ള പ്രശ്നമല്ല. അപ്പോൾ യഥാർത്ഥമായ ആരാധന ദൈവത്തിന് മക്കളായ ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ്. ഈ സത്യം മനസ്സിലാവാതെ ജെറൂസലത്ത് ആരാധിക്കണമോ ഗെരിസിമിൽ ആരാധിക്കണമോ എന്ന സമറിയാക്കാരുടെ ചോദ്യം ഇന്നും ഏറെ പ്രസക്തമാണ്. ആരാധനയുടെ ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അംഗവിക്ഷേപങ്ങളും ചില പ്രാർത്ഥനകളുമൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് സാഹോദര്യം, സ്നേഹം എല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിൽ ശത്രുതയിലേക്ക് നയിക്കുന്ന വിഗ്രഹാരാധനയായി മാറിപ്പോകുന്നു നമ്മുടെ ആരാധന എന്ന് പലപ്പോഴും സംശയം തോന്നും. അതുകൊണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഓർക്കുക. യഥാർത്ഥമായ ആരാധന ആത്മാവിലും സത്യത്തിലും ആയിരിക്കണം. പരിശുദ്ധാത്മ പ്രചോദനായി യേശുവിലൂടെ നൽകുന്ന ആരാധനയാണ്. അതിൻ്റെ ചടങ്ങുകളൊക്കെ പ്രസക്തം. പക്ഷേ അനാവശ്യമായ വിവാദങ്ങളിലൂടെ സഭയിലും വ്യക്തികളിലും പിളർപ്പുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യഥാർത്ഥമായ ആരാധന ദൈവത്തെ ആരാധിക്കണം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ മക്കളുടെ സ്ഥാനത്ത് നമ്മൾ ഉയർത്തുന്നത് യേശുക്രിസ്തുവാണ്. അവൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ് യേശുക്രിസ്തുവിലൂടെ പിതാവിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കാനും അങ്ങനെ ആരാധിക്കാനും ജീവിക്കാനുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ.